എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ ടു ടോക്കിൻ്റെ 47ാമത് എപ്പിസോഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. 100K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുവാണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. സെയിം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആൾക്കാരെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ വാസ്തവം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ജെനറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, മാക്സിമം സിമ്പിളാക്കിയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. തുടർന്ന് വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോവാം. ഏതൊക്കെ തരത്തിലാണ് സെയിം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെ വിവാഹം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസിൻസിനെ മാരേജ് ചെയ്യാം. അത് ഫസ്റ്റ് കസിൻ ആവാം, സെക്കൻഡ് കസിൻ ആവാം, തേർഡ് കസിൻ ആവാം, അങ്ങനെയുള്ള പല കേസുകളുണ്ട്. പിന്നെയുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിൾ നീസ് മാരേജ് ആണ്. അമ്മാവനെ വിവാഹം കഴിക്കുന്ന രീതി ഇന്ത്യയിലൊക്കെ പലയിടത്തും ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തമിഴ്നാട് മേഖലകളിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെയിം ഫാമിലിയിലെ ആൾക്കാരെ വിവാഹം ചെയ്യുന്ന സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിയുടെ ഒരു സമ്പത്തുണ്ടല്ലോ, അത് മറ്റൊരു ഫാമിലിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അതേ ഫാമിലി സർക്കിളിൽ തന്നെ ഈ ഒരു സ്വത്ത് നിന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഗോത്രങ്ങളുണ്ട്, ചിലപ്പം ഗ്രൂപ്പായി ജീവിക്കുന്ന സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്, പണ്ട് കാലത്തൊക്കെ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവാഹങ്ങൾ നടക്കുന്നു. അവർ പുറത്ത് പോയിട്ട് വിവാഹം ചെയ്യുന്നില്ല. അവരുടെ ആ ഒരു പെർട്ടിക്കുലർ നാട്ടിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിവാഹം ചെയ്യുന്ന രീതി ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും അത് റിലേറ്റീവ്സുകൾ ആവുന്ന കേസസുകളും ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. ഇന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാർ സെയിം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുപോലെ ചാൾസ് ഡാർവിൻ, നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആൾ, അതേപോലെ ക്വീൻ വിക്ടോറിയ. ഇവരുടെ 3 പേരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 പേരല്ല, ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ. പറയാനാണെങ്കിൽ ഇവരുടെ 3 പേരുടെ പ്രത്യേകത, ഇവർ ഫസ്റ്റ് കസിനെയാണ് വിവാഹം ചെയ്തത് എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായില്ലേ, അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ പ്രശ്നം എവിടെയാണെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ലോകത്ത് പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കസിനെയൊക്കെ വിവാഹം ചെയ്യുന്നത് ലീഗലായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്, ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സിൻ്റെ കേസിൽ പല സ്റ്റേറ്റ്സിലും ഫസ്റ്റ് കസിനെയൊക്കെ വിവാഹം ചെയ്യാം. പക്ഷേ എല്ലായിടത്തും പോസിബിൾ അല്ല എന്നുള്ളതാണ് നിയമം. എല്ലായിടത്തും ഒരുപോലെ അല്ല. കാരണം ചില സ്റ്റേറ്റിൽ അത് പോസിബിൾ ആണ്, ചിലയിടത്ത് പോസിബിൾ അല്ല. ഇനി നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഈ ഹിന്ദു മാരേജ് ആക്ട് ആരുടെയൊക്കെ കേസിൽ ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ, സിഖ്, അതുപോലെ ബുദ്ധ, ജൈനന്മാർ, അവരുടെ എല്ലാം കേസിൽ ആപ്ലിക്കബിൾ ആണ്. സോ ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് കസിനെ വിവാഹം ചെയ്യാം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. ഇനി മുസ്ലിം റിലീജിയനിലോട്ട് പോവുകയാണെങ്കിൽ, അവർ ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം പറയുന്നത്. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. സോ ഇങ്ങനെ പല റിലീജിയനിലും, ഇപ്പം ക്രിസ്തീയ വിശ്വാസപ്രകാരം ചർച്ചിൻ്റെയൊക്കെ പെർമിഷൻ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ നോക്കുന്നത്. സോ പലതരത്തിലാണ് നിയമങ്ങൾ ഉള്ളത്. പല മതത്തിലും പല രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു മാരേജ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ജെനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സാധാരണഗതിയിൽ. വേറെ എന്തെങ്കിലും ഇൻഫെർട്ടൈൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളില്ലാത്തൊരു കേസ് വരുള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലായിട്ടുള്ള ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ആവാം, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ആവാം. ഇതൊക്കെ ജനിതകമായിട്ട് നമ്മളെ ജെനറ്റിക്കൽ ജീൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ സെയിം ഫാമിലിയിൽപ്പെട്ടവരെ വിവാഹം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂടുതലായിട്ട് ചാൻസസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കസിനും നമ്മളുമായിട്ട് ഏകദേശം 12.5% ഓഫ് ജീൻ സിമിലാരിറ്റീസ് കാണിക്കുന്നുള്ളതാണ്. നമ്മൾ DNA സിമിലാരിറ്റി എന്ന് പറയുന്നത് ഏകദേശം 12.5 ആണ്. അതിപ്പോൾ ഒരു സെക്കൻഡ് കസിൻ ആണെങ്കിൽ, ഒരു അടുത്തൊരു ലെവൽ ആവുകയാണെങ്കിൽ 3.something% സിമിലാരിറ്റി ഉണ്ടാവുക. അതങ്ങനെ ഓരോരോ ലെവൽ കഴിയുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ 12.5% സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കാം. ഇനിയാണ് കളി വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ എന്ന പേഴ്സണലി പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഒന്നും തന്നെ ഇല്ല.
പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ ജനറ്റിക്കൽ ഡിസോർഡർ എൻ്റെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ജീൻ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. എങ്ങനെയാണ് ഈ ജീൻ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ജനറ്റിക്കൽ ഡിസോർഡർ ഇല്ല, പക്ഷേ എൻ്റെ തലമുറയ്ക്ക് ജനറ്റിക്കൽ ഡിസോർഡർ കൊടുക്കാനുള്ള ജീൻ എൻ്റെ DNA ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത തലമുറയിൽ അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു എന്ന് ചോദിച്ചു, എനിക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ വന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനിൽ നിന്നും ഒരു കോപ്പി ഓഫ് ജീൻ വരുന്നുണ്ട്, അമ്മയിൽ നിന്നും ഒരു കോപ്പി ഓഫ് ജീൻ വരുന്നുണ്ട്. സോ ഏത് ജീനാണോ നമ്മുടെ ശരീരത്തിൽ എക്സ്പ്രസ് ആവുന്നത് അതിനനുസരിച്ചുള്ള ക്യാരക്ടർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ അച്ഛനിൽ നിന്ന് എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ബാഡ് ജീൻ വരികയാണ്, ചെറിയൊരു മ്യൂട്ടേഷനോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ നൽകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജീൻ വരികയാണ്. പക്ഷേ അമ്മയിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ജീൻ വളരെ നല്ലൊരു ജീൻ, ഒരു ഗുഡ് ജീനാണ് വരുന്നത്, നല്ല രീതിയിൽ സാധാരണ നോർമൽ ജീനാണ് വരുന്നത്. സോ ഈ ഒരു ബാഡ് ജീനും ഈ ഒരു നോർമൽ ജീനും ചേർന്നിട്ടാണ് അതാണ് എന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിലത്തെ ഈ നോർമൽ ജീൻ്റെ ക്യാരക്ടറാണ് എന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ അച്ഛനിൽ നിന്ന് വന്ന ആ ബാഡ് ജീൻ്റെ ക്യാരക്ടർ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ജീൻ അവിടെ തന്നെയുണ്ട്, പക്ഷേ ഈ ഒരു ഗുഡ് ജീൻ അതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, സിംപ്ലി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സോ നമ്മൾ ആ ഗുഡ് ജീനിൻ്റെ ക്യാരക്ടർ മാത്രമേ എന്നിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അച്ഛനിൽ നിന്ന് വന്ന ബാഡ് ജീൻ അവിടെ ഒളിഞ്ഞു കിടക്കാൻ കേട്ടോ. ഇതേപോലെ എൻ്റെ കസിനിലും ഇതേപോലെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. കാരണം ഇത് പാരമ്പര്യമായിട്ട് തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും, പക്ഷേ ഒരു ജീൻ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഒരു ടെൻഡൻസി ആയിരിക്കും ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവുക. സോ എൻ്റെ കസിനിലും ഇതേപോലെ ഉറങ്ങി കിടപ്പുണ്ടാവും. എന്ത്, ഒരു ഗുഡ് ജീനും ബാഡ് ജീനും വന്നിട്ട് അങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അയാളിലും പ്രത്യക്ഷത്തിൽ ജനറ്റിക്കൽ ഡിസോർഡർ ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കസിനെ മാരേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലെ ഈ ബാഡ് ജീൻ ഒന്നുകിൽ ബാഡ് ജീനോ അല്ലെങ്കിൽ ഈ ഒരു ഗുഡ് ജീനോ ഈ സ്പേംസിലൂടെ പോകാനുള്ള പോസിബിലിറ്റിയാണ്. കോപ്പി ഓഫ് ജീനാണ് പോവുക. സോ ഗുഡ് ജീൻ പോകാനും ബാഡ് ജീൻ പോകാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ആ സ്പേമിൻ്റെ കൂടി ഏതാണ് പുറത്തേക്ക് പോകുന്നത് നമുക്കറിയില്ല. സോ അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പേംസുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതേപോലെ കസിനിൽ നിന്ന് ആ ഒരു ഓവ് എന്ന് പറയുന്ന എഗ് എന്ന് പറയുന്ന സംഭവം ഇതേപോലെ തന്നെ ആ ഒരു കോപ്പി രണ്ട് തരത്തിലുള്ള ഓവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ എൻ്റെ ഈ സ്പേം പോയിട്ട് അതിന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ബാഡ് ജീനുള്ള എൻ്റെ സ്പേം പോയി ഫെർട്ടിലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു ഓവും ബാഡ് ജീനോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബാഡ് ജീനും ചേർന്നിട്ട് അങ്ങനെ രണ്ട് ബാഡ് ജീൻ ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് ജനറ്റിക്കലായിട്ടുള്ള ആ ഡിസോർഡർ എക്സ്പ്രസ് ആവുക. മനസ്സിലായില്ലേ? സോ എൻ്റെ കസിനിൽ നിന്നും ബാഡ് ജീനുള്ള ഓവം ഉണ്ടാകുന്നുണ്ട്, എന്നിൽ നിന്നും പോയിട്ട് അത് ജോയിൻ ആയിട്ട് ഒരു കുട്ടി ഫോം ചെയ്യുകയാണ്, നമ്മുടെ തലമുറ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജനറ്റിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അവിടെയും എന്താ പറയുക, നാല് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 4ൽ 1 ചാൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 25% സാധ്യത മാത്രമേ ഉള്ളൂ ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് 2 പേരിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു കുട്ടി ജനറ്റിക്കൽ ഡിസോർഡറോടുകൂടി ജനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 4ൽ 1 സാധ്യതയാണുള്ളത്, 25% സാധ്യതയാണുള്ളത്. അത് കുറച്ച് കോംപ്ലിക്കേഷനാണ്, എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കാറില്ല, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. സോ അച്ഛനിൽ നിന്ന് എനിക്കൊരു ബാഡ് ജീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അമ്മയിൽ നിന്ന് നല്ല ജീനാണ് വന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറാണ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്, രോഗം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു കരിയർ എന്ന രീതിയിൽ ഞാൻ ആക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അത് ഫാമിലിയിലെല്ലാം വന്നതായിരിക്കും, അതുകൊണ്ട് എൻ്റെ കസിനും അതേപോലെ തന്നെ ഉണ്ടാവും. സോ നമ്മൾ മാരേജ് ചെയ്യുമ്പോൾ നമ്മളിലെ 2 പേരിലെയും ബാഡ് ജീനുകൾ തമ്മിൽ ചേരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? 2 ബാഡ് ജീനുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛനിൽ നിന്ന് ബാഡ് ജീൻ വരുന്നു, അമ്മയിൽ നിന്നും അതേ ബാഡ് ജീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ രോഗം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഗുഡ് ജീനാണ് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മനസ്സിലായില്ല? സോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ബാഡ് ജീൻ ചേരുന്ന അല്ലെങ്കിൽ ആ ഒരു പെയർ ഓഫ് ജീനായി മാറുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു ക്യാരക്ടർ ശരിക്കും എക്സ്പ്രസ്ഡ് ആവുക. സോ സിക്കിൾ സെൽ അനീമിയ വരാം, സിസ്റ്റിക് ഫൈബ്രോസിസ് വരാം, അങ്ങനെ പലതരത്തിലുള്ള ജനറ്റിക്കൽ ഡിസോർഡേഴ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്, കുട്ടിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നമ്മളിപ്പോൾ നമ്മളെ സെയിം ഫാമിലിയിൽ അല്ലാണ്ട് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലേ എന്ന് ചിലർ ആലോചിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഡിസോർഡേഴ്സ് ഉണ്ടാവില്ല ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ ബാഡ് ജീനുകൾ കൂടിച്ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ട്. അതിപ്പോൾ ഒരു 3% 4% സാധ്യതയാണെന്നുണ്ടെങ്കിൽ സെയിം ഫാമിലിയിൽ വിവാഹം ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഒരു 7% സാധ്യത ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. അല്ലാണ്ട് ഇതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വലിയൊരു ശതമാനം എന്തായാലും ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവും എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. ഞാനൊരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ എൻ്റെ വൈഫ് എന്ന് പറയുന്ന ആ കസിനും അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ളിലും ഒരു കാരിയറായിട്ട് എന്തെങ്കിലും ഒരു രോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തലമുറയിലോട്ട് വരാനുള്ള സാധ്യത പോലും 4ൽ 1% അല്ലെങ്കിൽ 25% സാധ്യതയുള്ളൂ. നമ്മളിൽ നിന്ന് നമ്മളെ ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ 4 കുട്ടികളാണെങ്കിൽ അതിലത് ഒരു കുട്ടിക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. മീൻസ് അങ്ങനെയാണ് സാധ്യത, പ്രോബബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. 4ൽ 1 സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
അപ്പം അങ്ങനെയൊക്കെയാണ് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സെയിം ഫാമിലിയിൽ വിവാഹം ചെയ്തു എന്ന് കരുതിയിട്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനറ്റിക്കൽ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. സെയിം കസിന് നമ്മൾ സ്വന്തം സഹോദരൻ സഹോദരി എന്ന രീതിയിൽ തിങ്ക് ചെയ്ത ആൾക്കാരെ വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ വരാൻ സാധ്യതയുണ്ട്. സോ അത് ഫാമിലി ലൈഫ് തന്നെ നല്ല രീതിയിൽ പോകണമെന്നില്ല. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ രീതിയിൽ അയാളെ കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ചിലരെ സംബന്ധിച്ച് ഉണ്ടാവാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരുടെ കേസിലും അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ ചിലർ പറയും. സോ എല്ലാവരുടെ കേസിലും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് അത് ഇമോഷണലി ഇല്ലെങ്കിൽ മാനസികമായിട്ട് അതിനോട് അറ്റാച്ച് ആവാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അമ്മാവനായി കണ്ട ആളെ പെട്ടെന്ന് ഭർത്താവായിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള വസ്തുതകൾ, പിന്നെ ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത മറ്റേതിനെ സംബന്ധിച്ച് കുറച്ചും കൂടി സൈഡിൽ കൂടുതൽ സാധ്യതയാണ്. മറ്റൊരു എന്താ പറയുക, നമ്മൾ സെയിം ഫാമിലിയിൽ അല്ലാതെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ സാധ്യതകൾ കൂടുതലാണ്. ജനറ്റിക്കൽ ഡിസോർഡർ വരാൻ സാധ്യതകൾ കൂടുതലാണെന്നുള്ളതാണ്. അല്ലാതെ വിവാഹം ചെയ്തുകൂടാ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞ സംഭവം കാറ്റഗറി ഉണ്ട്. സെയിം ഫാമിലിയുള്ളവരുമായിട്ട് സെക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാറ്റഗറീസ് ഒരു പെർവേർഷനായിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മയോടോ അച്ഛനോടോ സഹോദരനോടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പെർവേർഷനായിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഈ കസിൻസുമായിട്ടുള്ള റിലേഷൻസ് അത് നമ്മുടെ ചിന്താഗതികൾക്ക് അനുസരിച്ചിട്ടാണ്. അത് ഓരോ ആളുടെ ചിന്താഗതികൾക്ക് അനുസരിച്ചാണ്. അത് ചിലരുടെ കേസിൽ അക്സെപ്റ്റബിൾ ആയിരിക്കാം, അല്ലാതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാക്സിമം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ചില ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ജനറ്റിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് മിക്കവാറും. മാക്സിമം അവിടെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID nidhinrajnirappel എന്നാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക. നമ്മളെ അവിടെ കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, എന്തെങ്കിലും ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. നമ്മളതൊക്കെ പഠിച്ച് വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തുടർന്ന് വീഡിയോസാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിധിൻ രാജ്. ടാറ്റാ.